നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് BDJS ജില്ലാ സെക്രട്ടറി C സതീശനാണ്. ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് കൂട്ടിയും കുറച്ചും എല്ലാം ശേഷമാണ് നമ്മൾ ഒരു ചർച്ചയിലിരിക്കുന്നത്. നമസ്കാരം ചേട്ടൻ. നമസ്കാരം. എന്താണ് തൃക്കാക്കരയിൽ BDJS അല്ലെങ്കിൽ NDAയുടെ ഒരു വിജയ സാധ്യത, അല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ? തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം തൃക്കാക്കര മണ്ഡലം രൂപീകൃതമായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ അതിലെ ഏറ്റവും കൂടുതൽ വോട്ട് NDAക്ക് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2016. അത് BDJSന്റെ രൂപീകരണ കാലഘട്ടമാണ്. അപ്പൊ ആ രൂപീകരണ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൃക്കാക്കര മാത്രമല്ല, കേരളം മുഴുവനും BDJS വന്നതിന് ശേഷം വോട്ട് ഏതാണ്ട് 3-4 മടങ്ങുകൾ വർദ്ധിച്ചു. 2011 ഈ നമ്മുടെ തൃക്കാക്കര മണ്ഡലത്തിലെ 4900 വോട്ടുകളാണ് അന്ന് BJPക്ക് കിട്ടിയത്. 5 വർഷം കഴിഞ്ഞപ്പോൾ BDJS രൂപീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു 22,000 ഉയരുകയാണ്. പക്ഷേ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലെ അത്രയും താഴേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ ഇത്തവണ BDJSനെ സംബന്ധിച്ചിടത്തോളം BDJS ഈ 2016 ശേഷം അതിനകത്തും ചില ശോഷിപ്പൊക്കെ ഉണ്ടായി. പലരും BDJS വിട്ടുപോയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ 2016 ശക്തമായ ഒരു BDJS ആണ് ഇന്ന് ഉള്ളത്. അതേപോലെ താഴെ തട്ടിൽ BJPയുടെ പ്രവർത്തകർ ഇതേപോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല ഈ തൃക്കാക്കര മണ്ഡലത്തിൽ. അല്ല, തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം BJPയുടെയോ അല്ലെങ്കിൽ NDAയുടെയോ A ക്ലാസ് മണ്ഡലമെന്ന് പോലും പറയാം. A ക്ലാസോ B ക്ലാസോ പോലും എല്ലാത്തിനും മണ്ഡലമാണ്. രാഷൻ 13,000 വോട്ടോ ഈ ഉപതെരഞ്ഞെടുപ്പ് കിട്ടിയത്, അത്രേ ഉള്ളൂ. അപ്പൊ സംസ്ഥാന നേതാവിന് കിട്ടിയത് 13,000 വോട്ടാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് 2016 BDJSന്റെ രൂപീകരണ ഘട്ടത്തിലെ 20,000 മേളിലേക്ക് വോട്ട് പോയത്. ഏതാ ആ പാറ്റേണിലേക്ക് അതിനേക്കാട്ടിലും ശക്തമായി ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനകത്ത് മാറി എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അല്ല, ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പില് എത്ര വോട്ട് കിട്ടും എന്ന ഒരു പ്രാഥമിക ഒരു കണക്കെടുപ്പ് കഴിഞ്ഞുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. LDFന്റെയും UDFന്റെയും അതുപോലെ നിങ്ങളുടെ NDAയുടെയും ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കണക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. തൃക്കാക്കര മണ്ഡലത്തിൽ മത്സരിച്ചത് ഒരു സംവിധായകനും എല്ലാമായിട്ടുള്ള അഖിൽ മാരാരാണ്. അത് 2020 സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ആ ഒരു കണക്കെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏത് തരത്തിലൊക്കെയാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ, എത്ര വോട്ട് കിട്ടും, അങ്ങനെ അതിനെക്കുറിച്ചുള്ള നമുക്ക് ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാവും. അതെന്താണ്? അല്ല, ഞങ്ങള് BDJSന്റെ ഞങ്ങള് തനിച്ച് ചില കണക്കൂട്ടലുകളൊക്കെ നടന്നു. അപ്പൊ അതിനകത്ത് ഒരു 10,000 മേലെ ഒരു 12,000 വോട്ടോളം BDJSന്റെ വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് SNDP KPMS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുടെ വോട്ട്. അതേപോലൊക്കെ നമ്മൾ പിന്നെ കോർപ്പറേഷൻ ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ BDJSന്റെ കെയർ ഓഫിൽ തന്നെ കടവന്ത്ര, പനമ്പള്ളി നഗർ, വൈറ്റില ഭാഗത്തൊക്കെ ക്രിസ്തീയ വോട്ടുകൾ BDJS. എത്ര വോട്ടുകളുടെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഒരു 12,000 വോട്ടോളവും BDJSന്റെ മാത്രമായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ള ഒരു കണക്കെടുപ്പ് ഞങ്ങളുടെ ഒരു വിശ്വാസമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവര് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടല് ഒരു 20,000 വോട്ടോളും 20,000 വോട്ട് BJPയുടെ അത് മാത്രം കയറിയിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതൊരു നേരത്തെ പറഞ്ഞനുസരിച്ച് 13 ഉള്ളായിരുന്നു. 20,000 വോട്ട് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു എങ്ങനെ പോയിരുന്നാലും BDJS BJP ഒരു 30 മേലെ വോട്ട് വരും. പിന്നെ അവിടെ 2020യുടെ സ്ഥാനാർത്ഥിയാണ് അഖിൽ മാരാര്. 2020യുടെ വോട്ടുണ്ട്. അത് എത്ര
വരും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളെ ഈ കണക്കുകൂട്ടൽ ഇത്രയും 30,000 മേളിൽ ഏതായാലും വന്നു. പിന്നെ അഖിൽ മാരാർക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്ന വോട്ടുകളുണ്ട്. അത് ഏതാണ്ട് ഒരു 25 വയസ്സിനും ഒരു 18 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കൾ അതെല്ലാ കാലത്തും കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടാണ്. ഉമാ തോമസിന് പോകേണ്ട വോട്ടുകൾ. അതിലെ ഒരു ഗണ്യമായ ഒരു ശതമാനം അഖിൽമാരാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതാണ് അഖിൽമാരാർ തന്നെ പറയുന്നത് തങ്ങൾ ജയിക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് തൃക്കാക്കര എത്താനുള്ള കാരണം അതാണ്. അതിന്റെ ഒരു പരാമർശം നടത്തിയല്ലോ, മുന്നേറുന്നു അല്ലെങ്കിൽ എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന് ചാനലുകാരെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. അതെ. ഇതിനകത്ത് അഖിൽമാരാർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുകൂല ഘടകം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തൃക്കാക്കര മണ്ഡലത്തിലെ ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്നത് കുടിവെള്ള പ്രശ്നം. അത് കോർപ്പറേഷൻ 22 ഡിവിഷനുകളുണ്ട് കോർപ്പറേഷൻ. ഈ ഡിവിഷനുകളിൽ മുഴുവനും കുടിവെള്ള ക്ഷാമമാണ്. തൃക്കാക്കര ഉൾപ്പെടെ എല്ലാ മുനിസിപ്പാലിറ്റിയിൽ വേറെയുണ്ട്. പക്ഷേ ഈ 22 ഡിവിഷൻ വരുന്ന കോർപ്പറേഷൻ ഡിവിഷനുകളിലെ കുടിവെള്ള ക്ഷാമമാണ്. ഈ കുടിവെള്ള ക്ഷാമത്തിന് സമരം ചെയ്യുവാനായിട്ട് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ ഇടതുപക്ഷമില്ലായിരുന്നു. നേരെ മറിച്ച് BJPയുടെ നേതൃത്വത്തില് BDJSന്റെ നേതൃത്വത്തിലൊക്കെ അവിടെ സമരം ചെയ്തിട്ടുണ്ട്. പിന്നെ സമരം ചെയ്ത് ആരാന്ന് വെച്ചാൽ അവിടുത്തെയൊക്കെ റെസിഡൻസ് അസോസിയേഷൻ സമരം നടത്തേണ്ടി വന്നു. പക്ഷെ അവിടെ ഒന്നും ഈ MLA ഇല്ല. മുഖ്യ പ്രതിപക്ഷ കേരളം ഭരിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷമില്ല. അതൊരു പ്ലസ് പോയിന്റ്. അതായത് ഈ കോർപ്പറേഷൻ രീതിയിൽ എന്ന് പറഞ്ഞപ്പോ UDF ഭരണസമിതി വന്നിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. അതിന് മുമ്പ് LDF ആണ് അതേ ഞാൻ പറഞ്ഞത്. LDF ഭരിച്ചുകൊണ്ടിരുന്നതാണ്. LDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പറഞ്ഞ ഡിവിഷനുകളിലൊക്കെ ഈ നമ്മുടെ തൃക്കാക്കരയിൽ വരുന്ന ഡിവിഷനിലെ ഭൂരിഭാഗവും UDF തന്നെയാണ് കൗൺസിലർമാർ, അവിടുത്തെ കൗൺസിലർ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പക്ഷെ ഇവരാരും ഈ കുടിവെള്ള പ്രശ്നത്തിന് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഏതാണ്ട് 40-45 വർഷം പഴക്കമുള്ള തമ്മനത്തെ ടാങ്ക് വരെ പൊട്ടിപ്പോയി. ഇടിഞ്ചുള്ളിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ പഴക്കം അതാണ്. ഇപ്പോഴും ആ കുടിവെള്ളം ഈ ടൈമില് ഈ തെരഞ്ഞെടുപ്പില് ഏതാണ്ടൊരു മുഖ്യ വിഷയമായിരുന്നു. ആ കാര്യത്തിൽ ഇവിടെ തൃക്കാക്കര MLA വൻപരാജയമാണ്. MLA തിരുത്തുന്നതിനോ സംസ്ഥാന സർക്കാരിനെ വിവരം പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ വർക്ക് നടന്നിരിക്കുന്ന കിഫ്ബി പദ്ധതി വഴിയാണ്. MLA ആണ് കിഫ്ബിക്ക് എതിരുവാണ്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർക്കും ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ല, അങ്ങനെ പോലും ഒരു പദ്ധതിയും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 70.5% തൃക്കാക്കരയിലെ വോട്ടിംഗ്. നേരെ മറിച്ച് 26 ആയപ്പോൾ 78.5 ശരിക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞ 8% വർധനയാണ് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്? അല്ല, അത് നമ്മൾ വിലയിരുത്തിയാണ്. ആ വോട്ടുകൾ 8% NDAക്ക് അനുകൂലമായിട്ട് മാറുന്ന ഒരു ഘടകമാണെന്നാണ് ഞങ്ങളുടെ. അല്ല, ഇപ്പൊ ചേട്ടൻ പറയുന്നതനുസരിച്ച് പറയുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃക്കാക്കര മണ്ഡലത്തില് UDF സ്ഥാനാർത്ഥിക്ക് തോക്കും എന്നൊരു അവസ്ഥയല്ലേ? നിങ്ങൾ പറഞ്ഞ വോട്ട് പിടിക്കുകയാണ് സ്വാഭാവികമായിട്ടും പറയുന്നത്. ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മുടെ കേരളത്തിൽ പൊതുവെ BJP ജയിക്കുന്ന വിശ്വാസമുള്ള മണ്ഡലങ്ങൾ പലതുണ്ട്. അതുപോലെ UDF LDF ജയിക്കുന്ന, BJP ജയിക്കുന്ന, അല്ലെ സഖ്യകക്ഷി BDJS ജയിക്കും എന്നൊക്കെ പറയുന്ന മണ്ഡലങ്ങളിലെ ഈ UDFും LDFും തമ്മിലെ ചില ധാരണകൾ അവസാന നിമിഷം വരും. അതാരും നിഷേധിച്ചാലും വരും. പക്ഷേ അങ്ങനെ ഒരു ധാരണ ഇല്ലാത്ത ഒരു സ്ഥലമാണ് തൃക്കാക്കര പോലെ വേറെ മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ ഈ അരിപ്പാട് വരെയുണ്ട്, മനസ്സിലായേ? അപ്പൊ ഇവിടെ ഒന്നും അവരവരുടെ വോട്ട് UDFന്റെ വോട്ട് UDFന് കിട്ടാനും LDFന്റെ വോട്ട് LDFന് കിട്ടാനും അവര് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇവിടെ വരുന്ന അടിയൊഴുക്ക്, അട്ടിമറികള് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് UDFനെയാണ്.
ഇതാണ് ശരിക്കും എന്റെ ഒരു കാഴ്ചപ്പാടില് ഈ തൃക്കാക്കരയും ഈ പറഞ്ഞ അരിപ്പാടൊക്കെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം തന്നെ തൃക്കാക്കരയും അരിപ്പാടൊക്കെ മറ്റൊരു മാരാരിക്കുളമായി മാറാൻ സാധ്യതയുണ്ട്. മറ്റൊരു മാരാരിക്കുളമാകാൻ സാധ്യതയുണ്ട്. അതാണ് ചേട്ടൻ പറഞ്ഞു വരുമ്പോ ശരിക്കും പറഞ്ഞ തൃക്കാക്കര കടുത്ത UDF മണ്ഡലം എന്ന് UDF പോലും പറയുന്ന മണ്ഡലത്തിൽ അട്ടിമറി ഉണ്ടാവുന്നതാണ് വിലയിരുത്തല്. BS പരാജയപ്പെടും പിന്നെ മാരാരിക്കുളത്തുനിന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുള്ളതാണോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BJPയുടെ, അതിപ്പോ നിങ്ങൾക്ക് മറുപടി പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ, A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയുള്ള പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 9 എണ്ണം 2020 കൊടുത്തു. BJP ആകെ മത്സരിച്ചത് 3, 2 എണ്ണം BDJS. ശരിക്കും എറണാകുളം ജില്ലയിൽ BDJS വിഴുങ്ങിയോ BJPയെ അല്ലെങ്കിൽ NDA? അല്ല, BDJS അതെ, അല്ല 2020 അല്ല, അതെ, അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് തന്നെ കഴിഞ്ഞ തവണ ഞങ്ങള് മത്സരിച്ചത് പറവൂര്, കളമശ്ശേരി, കോതമംഗലം, അങ്ങനെ 3 സീറ്റിൽ മത്സരിച്ചാണ്. ഇത്തവണ 2020 വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു അനുഭവമായ രീതിയിൽ പറവൂർ സീറ്റ് ഞങ്ങൾ BJPക്ക് വിട്ടുകൊടുത്തു. അത് BJP ആണ് ഇത്തവണ അവിടെ മത്സരിക്കുന്നത്. പിന്നെ ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ സഖ്യം വരുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന BJP ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. അല്ല, വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ എന്താ പറയാ, പ്രധാന കക്ഷിയേക്കാൾ കൂടുതൽ സീറ്റ് കൊടുക്കുക, അതും ഈ പറയുന്ന പല സ്ഥലങ്ങളിൽ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ മത്സരിക്കും എന്ന സാഹചര്യം ഉണ്ടായ പല മണ്ഡലങ്ങളും വിട്ടുകൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പല സ്ഥലങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJP പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ തൃപ്പൂണിത്തുറ പോലുള്ള സ്ഥലത്ത് അവിടുത്തെ ചില പ്രവർത്തകർ പ്രവർത്തിച്ചത് എറണാകുളത്താ. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ അങ്ങനെ ഞാൻ ചോദിക്കാനുള്ള സാഹചര്യം. 2020 NDA അല്ലെങ്കിൽ BJP വിഴുങ്ങിയോ എന്ന് ചോദിക്കാനുള്ള സാഹചര്യം. ആ ഒരു രീതി 2020 ആലപ്പുഴയിലെ സീറ്റ് കൊടുക്കാൻ പറ്റൂലല്ലോ. BJPക്ക് 2020 ആലപ്പുഴയിലെ കൊണ്ട് സീറ്റ് കൊടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ അവർക്ക് പറ്റിയത് ഇവിടെയാണ്, എറണാകുളം ജില്ലയിലാണ്. അപ്പൊ മാക്സിമം സീറ്റ് അവർക്ക് ഇവിടെ കൊടുത്തു. മറ്റു ചിലയിടത്ത് മറ്റു സ്ഥലങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നത്. അത്ര തന്നെ. അതിനകത്ത് മോശം കാഴ്ചപ്പാടായിട്ടൊന്നും പറയാനൊന്നും ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം BDJS 3 സീറ്റിൽ മത്സരിച്ചില്ലേ? എറണാകുളം ജില്ലയിൽ 3 പ്രാവശ്യം 2 ചുരുങ്ങേണ്ട 2 വന്നു. അപ്പൊ അതിന് പകരം ഞങ്ങൾക്ക് മറ്റൊരു ജില്ലയിൽ ഞങ്ങൾക്ക് സീറ്റ് തന്നു. ഞങ്ങൾ കഴിഞ്ഞ തവണ 21 സീറ്റിൽ മത്സരിച്ചു, ഇത്തവണ 23-ലാണ്. 3 മത്സരിച്ചു. 2 സീറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ കക്ഷി വരുമ്പോൾ അവരെ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJP ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അല്ലാതെ ഒരു വിട്ടുവീഴ്ച ചെയ്തത് കുറച്ചുകൂടി കൂടി പോയില്ല എന്നുള്ളതാണ് BJPയുടെ തന്നെ ചില സംസ്ഥാന നേതാക്കളടക്കം പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി അതിനകത്തുണ്ടല്ലോ. നമുക്കൊരു ഘടകകക്ഷി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ പരിഗണിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോ തൃപ്പൂണിത്തുറ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഒരിക്കലും 2020 കൊടുക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ BDJS വരാൻ പാടില്ല. അവിടെ BJP തന്നെ മത്സരിക്കണം. കാരണം BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ സംഘടനയ്ക്കകത്ത് തന്നെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അവർക്ക് 2020 ഇപ്പൊ കൊച്ചി ഇതിലൊക്കെ അവര് മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കൊച്ചി മണ്ഡലത്തിലൊക്കെ അവർക്ക് വോട്ട് കിട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തില് 2020 തൃക്കാക്കര തന്നെ മത്സരിച്ചപ്പോ 19,000 വോട്ട്, അങ്ങനെ ഒരു കണക്ക് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ടെറി മത്സരിച്ചപ്പോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ഇച്ചിരി ശക്തിയുള്ള എറണാകുളം ജില്ലയാ. അവർക്ക് ശക്തിയുള്ള എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലയിലേക്ക് സീറ്റ് കൊടുക്കാൻ പറ്റൂലല്ലോ. അവരുടെ ശക്തിയുള്ള എറണാകുളം ജില്ല എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2020 ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ പെർഫോം ചെയ്ത മണ്ഡലങ്ങൾ ഇവർക്ക് കണക്കുകൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫലം എന്താണെന്നുള്ളതിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതാണ്. അപ്പം ആ ഒരു രീതിയിൽ അപ്പൊ തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് തൃക്കാക്കര ഒരു മാരാരികുളമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. കാരണം ഇത്രയും കോൺഗ്രസ്സുകാര് തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു MLA ആയിരുന്നു ഉമ്മാ തോമസ്. അത് അവരോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യങ്ങളോ ഒന്നും അല്ല. അവര് ഒരു MLA, നേരെ പറഞ്ഞ് PT തോമസ് ഉള്ള സമയത്ത് അദ്ദേഹം പല കാര്യത്തിനും കുറച്ചുകൂടി ജനകീയനായിരുന്നു. ഓടിയിറങ്ങി പല വിഷയം ഉണ്ടെങ്കിലും വരും. ഇത് അങ്ങനെ ഒരാളെ കിട്ടാനേ ഇല്ല.
അപ്പൊ കുറച്ചു നാൾ അവർ ഹോസ്പിറ്റലൈസ് ഒക്കെ ആയിട്ട് പോയി. സുഖമില്ലാതെ ആക്സിഡന്റ് ആയി. പക്ഷെ ബാക്കി ടൈം മുൻപും ഉണ്ടായിരുന്നു, പിന്നെയും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിപ്പോ BJP യെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെക്കാളിലും 4 ഇരട്ടി ആക്റ്റീവായിരുന്നു ഇത്തവണ ഈ മുനിസിപ്പാലിറ്റിയിലെ BJP. നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കൂടെ ഫലം വരും. അപ്പൊ എന്റെ ഒരു കണക്കുകൂട്ടില് ഇത് മാരാരിക്കുളം ആകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അട്ടിമറി സംഭവിക്കാറില്ല. ഇതൊക്കെ മാറ്റിയെടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വിലയിരുത്തൽ കേരളത്തിൽ എത്ര സീറ്റ് NDAക്ക് ലഭിക്കും എന്നുള്ളതാണ്? അങ്ങനെ വിലയിരുത്തലിന് അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ NDA ഞാൻ പറഞ്ഞത് ഇപ്പോ അട്ടിമറി എനിക്ക് മനസ്സിലായി, വോട്ട് കിട്ടി, ഇതൊക്കെ വേറെ എനിക്ക് മനസ്സിലായി. ജയസാധ്യതയുള്ള എത്ര അതാണ് പറഞ്ഞത്. ഇപ്പൊ ജയസാധ്യതയായിട്ട് മാധ്യമങ്ങളിലൊക്കെ ആഘോഷിക്കുന്ന മണ്ഡലങ്ങളുണ്ട്, 5 മുതൽ 10 വരെയുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അത് അങ്ങനെ നിൽക്കട്ടെ, അതിനെക്കാട്ടിലും വ്യത്യാസമായിട്ട് ഈ പറയപ്പെടാത്ത ഹരിപ്പാട്, ചാത്തന്നൂര്, ആറ്റിങ്ങൽ ഇതൊന്നും ആ ലിസ്റ്റിൽ വരുന്നതല്ല. ആ ലിസ്റ്റിൽ വരുന്ന കൂടെ വരുവാണെങ്കിൽ 10ൽ മേളിൽ വരും. അതെ അതെ. ഇപ്പൊ ആറ്റിങ്ങലാണെങ്കിലും ചാത്തന്നൂരാണെങ്കിലും നിശബ്ദമായ പ്രവർത്തനമാണ്. അവിടെ വലിയ മാധ്യമ ശ്രദ്ധ ചെന്നിട്ടില്ല. അവിടെ ഇപ്പൊ ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ BJPക്കാരും നടന്നിട്ടില്ല. അതിന്റെ ഗുണം ആറ്റിങ്ങലും കിട്ടും, ചാത്തന്നൂര് കിട്ടും, ഹരിപ്പാട് കിട്ടും. ഹരിപ്പാട് രമേശ് ചെന്നിത്തല അത് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് അത്. ആ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഹരിപ്പാട് നടന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ല, കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. 70 തൊടാൻ 2 മുന്നണികൾക്കും സാധ്യതയില്ല എന്നുള്ളതാണ്. ആ പോരാതെ വരുന്ന സീറ്റുകളിൽ NDA ആയിരിക്കും. 70ൽ ഈ 2. അപ്പോ ചേട്ടൻ പറയുന്നതനുസരിച്ച് NDAയുടെ പിന്തുണ ആർക്കാണോ അവര് ഭരിക്കും എന്നുള്ളതാണോ? ആ രീതിയിലാണോ? NDAയുടെ പിന്തുണ ഏതായാലും ഇവർ രണ്ടുപേരും സ്വീകരിക്കില്ലല്ലോ. ഇപ്പൊ ഈ കിട്ടുന്നതിന് ചിലപ്പോ ചിലർക്ക് 66 കിട്ടാൻ, ചിലർക്ക് 68. അത് കൂടുതൽ കിട്ടുന്ന ആൾ മത്സരിക്കും, അധികാരത്തിൽ വരും. BJPയോട് നിഷ്പക്ഷമായിട്ട് നിൽക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് മറ്റു മുന്നണിയിലെ ഘടകകക്ഷികളെ ഇവർ ഇങ്ങോട്ട് ജാഗ്രത ചെയ്യേണ്ടി വരും. അതെ, ആ ഒരു അവസ്ഥ. അതായത് ഒരു 1965 സമാനമായ സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. 65 മനസ്സിലായല്ലോ, ആർക്കും ഭൂരിപക്ഷം ഇല്ല. അതെ അതെ. ഭൂരിപക്ഷം ഇല്ലാതെ അത് പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുവാണ്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു പിരിച്ചുവിടേണ്ട ഏത് സാഹചര്യം കൊണ്ട് ഇപ്പോ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ 3 വർഷം കിട്ടുള്ളൂ. 29 അങ്ങനെ സംഭവിക്കാൻ സാധ്യത. തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇപ്പൊ ആര് വന്നിരുന്നാലും 3 വർഷത്തേക്കുള്ള 3 വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് എന്റെ കാഴ്ചപ്പാട്. അപ്പൊ അത് ഇത്തവണ ഒരു BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം തൃക്കാക്കര മണ്ഡലത്തിൽ ഒരു ചരിത്രം. അല്ല, ഞാൻ മറ്റേ ഫിഗർ പറഞ്ഞില്ല. ഒരു ഉദ്ദേശം എത്ര സീറ്റ് എന്നുള്ളത് 10 എന്ന് പറയുന്ന മാധ്യമങ്ങൾ പറയുന്നതാണ്. ആരും പറയാത്ത സീറ്റുകളാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 15 സീറ്റോളം NDAക്ക് കിട്ടുമെന്നാണ് ചേട്ടന്റെ കണക്ക്. ഒരു കണക്കൂട്ടലാണ്. എന്റെ ഒരു കണക്കൂട്ടില്ല. കാരണം വെച്ചാൽ അത് ഈ പരസ്യമായി പറയുന്നത് അതിൽ എത്ര സീറ്റ് കിട്ടുമെന്നും ഈ പരസ്യമായി പറയാത്ത സീറ്റായിരിക്കും കൂടുതൽ കിട്ടുക. അതിന്റെ ഒരു ചാത്തന്നൂര് ഞാൻ പറഞ്ഞില്ലേ, ചാത്തന്നൂര്, ആറ്റിങ്ങല് ഹരിപ്പാട് സിറ്റിംഗ് MLA വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അടിയൊഴുക്കുകൾ ഹരിപ്പാട് സംഭവിച്ചിട്ടുണ്ട്. അത് വാചസ്പതിയെ പോലുള്ള നല്ല ഒരു ചുറിയുറുക്കുള്ള ഒരു BJP സ്ഥാനാർത്ഥി അവിടെ കിട്ടിയത് അവിടുത്തെ BJPക്കാർക്കും ഉത്സാഹമായി, നല്ല ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ നല്ല മുന്നേറ്റം. മുനിസിപ്പാലിറ്റി തന്നെ BJPക്ക് 5-6 സീറ്റുകൾ ആദ്യമായിട്ട് അവിടെ കിട്ടി, അക്കൗണ്ട് തുറന്നു. അങ്ങനെയൊക്കെയുള്ള പല പഞ്ചായത്തുകളിലും അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പം അവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതേപോലെ ആറ്റിങ്ങല് CPM-ന്റെ, ഇവിടെ നമ്മുടെ തൃക്കാക്കര കോൺഗ്രസിന്റെ പറയുന്ന കൂട്ട് ആറ്റിങ്ങല് CPM-ന്റെ കുത്തക സീറ്റാണത്. ഈ കഴിഞ്ഞ തവണയാണ് 38,000-ൽ പല വോട്ടുകൾ വിജയിച്ച CPM വിജയിച്ച മണ്ഡലം
കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിലാണ് 10,000-ഓളം വോട്ടിന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ മുരളീധരൻ മുന്നിട്ട്. ഉം. അതെ. മുരളീധരനാണ് മുന്നിട്ട് നിന്നാണ്. ആ മണ്ഡലത്തിലാണ് സുധീർ മത്സരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ആ ഒരു ഈ ജയിക്കും എന്ന് പറയുന്ന ആ ലിസ്റ്റിലൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടുത്താത്ത, ഈ ചില മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിലുള്ളതാണ്. അപ്പൊ അതിന്റെ ഗുണം അവിടെ എൻ ഡി എക്ക് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവസാന നിമിഷം ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇത്ര നേരം പ്രതികരിച്ചതിന് നന്ദി. ഓക്കെ.